എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കാർത്തികയും ലക്ഷ്മിയും കൂടെ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. പിന്നീട് അവര് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തിക ലക്ഷ്മിയോട് പറഞ്ഞു, പ്രകാശനോടല്ലോ ചെറിയ സന്തോഷത്തിലൊന്നും അല്ലമ്മേ, വലിയ സന്തോഷത്തിൽ തന്നെയാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മി പറഞ്ഞു, സന്തോഷിക്കട്ടെ, അവൻ നന്നായിട്ട് അങ്ങോട്ട് സന്തോഷിക്കട്ടെ എന്ന് പറയാം. കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട് കല്യാണത്തിന്. ആദ്യത്തെ സദ്യനേക്കാളും ഗംഭീര സദ്യ ആയിരിക്കണം ഇത്തവണത്തേക്കെന്നാ പറയണേ. അത് മാത്രമല്ല 5 സ്റ്റാർ ഹോട്ടലിലാണ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ടെന്ന് പറയണം. അയാള് വിളിച്ചു കൂട്ടട്ടെ മോളെ, എങ്കിലല്ലേ വീഴ്ചയുടെ ആഘാതം കൂടത്തുള്ളൂ. ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അയാൾ തൊലി ഒടിഞ്ഞ് നിൽക്കുന്ന കാഴ്ച എനിക്കൊന്ന് കാണണമെന്ന് പറയണം. കാർത്തിക പറഞ്ഞു, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കൂടുതലും മിണ്ടാത്തെ. അയാൾ എത്രടം വരെ പോവാണെങ്കിൽ പോട്ടെ എന്ന് ഓർത്തുണ്ട്. അതുപോലെ തന്നെയാണ് മകനും മകന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിക്കുന്നുണ്ട്. പൂർവമായിട്ട് കല്യാണം നടത്താൻ അവിടെ തീരുമാനിച്ചിരിക്കുന്നു പറയാണ്. ലക്ഷ്മി പറഞ്ഞു, ഇതെല്ലാം അറിഞ്ഞ് അവസാനം അയാൾ നെട്ടോട്ട് ഓടുന്നൊരു കാഴ്ച അതെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയണ. അതിനേക്കാൾ ഉപരി കല്യാണം നടക്കാതെ വന്നു കഴിയുമ്പോ രാജപ്പണ്ണനെ അയാളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അവനെ തുണ്ടമായിട്ട് വലിച്ചു കയറത്തുള്ളൂ. 1-2 ലക്ഷം രൂപയല്ല, ലക്ഷങ്ങളല്ലേ വാങ്ങിച്ചേക്കെന്ന് ചോദിക്കുകയാണ്. കാർത്തിക് പറഞ്ഞു, അത് അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. അധികം വൈകാതെ പ്രകാശന സത്യം അറിയാൻ പോന്നേ. പക്ഷെ മോളെ, എനിക്ക് നല്ലൊരു ഭയമുണ്ട്. നമ്മൾ കാരണം ഇനിയിപ്പം കല്യാണി മോൾക്കും കിരണമോനും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആപത്തൊക്കെ. കാരണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകാശനും വിക്രം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന്മാര് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചോണ്ട് വരും. അവർക്കൊരു ആപത്തും വരില്ല. ഇത് കേട്ടതും കാർത്തിക് പറഞ്ഞു, അത് ശരിയാ. നമ്മളെ സഹായിച്ചതിന്റെ പേരില്, നമ്മളോടൊപ്പം നിന്നതിന്റെ പേരില് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരു ആപത്ത് സംഭവിച്ചു കൂടമേ എന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, ഞാൻ ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട്. അതുവരെ പ്രകാശൻ ഇങ്ങനെ സന്തോഷിക്കട്ടെ മോളെ. കല്യാണത്തിന് മുഹൂർത്ത സമയത്ത് മാത്രം അവൻ കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ. അതിനു മുമ്പ് ഒരു സൂചന പോലും അവന് കിട്ടില്ലെന്ന് പറയാണ്. ആ സമയം രാഹുല് ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. കാരണം പണം കിട്ടി, ഇനിയിപ്പോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ ഈ പണം കൊണ്ടേ കൊടുത്ത് അവനെ ഒന്ന് ഒഴിവാക്കണം. അങ്ങനെ അവൻ തന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ തന്റെ മോളെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം. ആദ്യമൊക്കെ ഒരു ഇത്ര ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷെ പിന്നീട് അവൾക്ക് സത്യങ്ങളൊക്കെ അറിഞ്ഞുമ്പോൾ അവൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയിക്കോളും. ആ കുഞ്ഞിന്റെ കാര്യത്തിലും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവള് കാര്യങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ കുഞ്ഞിനെ അവള് തന്നെയായിട്ട് ഉപേക്ഷിച്ചോളും. ഏതെങ്കിലും അനാഥ മന്ദിരത്തിലോ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്തോളും. പിന്നെ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട. അങ്ങനെ ചില ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ട് അവന് രാഹുൽ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സരു ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. സരുവിന്റെ അടുത്തേക്ക് ശാരി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്താ ഫുഡ് കഴിക്കാൻ പോലും വരാത്തെന്ന് ചോദിക്കാം. എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയാ. ഫുഡ് കഴിക്കായിരുന്നു എങ്ങനെ ശരിയാവുന്നേ? നീ കുഞ്ഞിന് പാല് കൊടുക്കുന്നതല്ലേ, അപ്പൊ എന്നെ ഫുഡ് കഴിക്കായിരുന്നു ശരിയാവും. വാ, ഞാൻ കുഞ്ഞിനെ നോക്കാം, മോള് പോയി കഴിക്കാൻ പറയണം. വേണ്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് എന്താ ഒട്ടും മനസ്സിലാകത്തെ? മനുഷ്യന് സ്വസ്ഥത സമാധാനത്തോടെ വിടത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശാരി പറഞ്ഞു, മോളെ ഞാൻ തെറ്റും കുറ്റമൊന്നും അല്ല പറഞ്ഞത്, വന്ന് ഫുഡ് കഴിക്കാനല്ലേ പറഞ്ഞേ. എനിക്ക് വിശക്കുന്നുണ്ടാ ഞാൻ കഴിച്ചോളാം, നിങ്ങളുടെ കൂടുതൽ സ്നേഹമൊന്നും വേണ്ടെന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് സരു ദേഷ്യപ്പെട്ടു പോയി കഥ കൂടെ വലിച്ചടിക്കുകയാണ്. ഈ വിളിക്ക് ഇത് എന്തു പറ്റി? ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? അതോ ഇനിയിപ്പോ വേറെന്തെങ്കിലും കാര്യമാണോ? സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ഇത്രയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്നതല്ല. ഫുഡിനോട് ഒന്നും ദേഷ്യം കാണിക്കുന്നതല്ല, വിശപ്പ് സഹിക്കാൻ പറ്റാത്തവളാ. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുന്നതൊക്കെ തന്നെ. സരുവിന്റെ മനസ്സിലൊരു അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ അമ്മ ആരെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അതാ താരെന്ന് പറയുന്ന സ്ത്രീയാണോ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും നാള് താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയി പോകും. മനുവനോട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കക്ക് കൊണ്ടുപോകാനായിട്ട്. അതിനു മുമ്പ് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി താമസിച്ചാലോ? ഈ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ താമസിക്കുന്ന ഓരോ നിമിഷം തനിക്ക് ഭ്രാന്തളകും. ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു സരു. അപ്പോഴേക്കും കുഞ്ഞ് കൺമണി കിടന്ന് കരയുവാണ്. കൺമണിനെ എടുത്തിട്ട് കൺമണിയോട് പറഞ്ഞു, ദേ എനിക്ക് ആകെയുള്ള എന്റെ പ്രതീക്ഷ നീയും മനുവേട്ടനാ. നിങ്ങൾ ഇല്ലായിരുന്നു ഇപ്പൊ പണ്ടേ ഞാൻ ജീവൻ ഒടുക്കിയാനും. ഇത്രയും കാലം സ്നേഹിച്ചു കൂടെ കഴിഞ്ഞ അമ്മ സ്വന്തം അമ്മയല്ലെന്ന് അറിയുമ്പോൾ ഒരു മകളുടെ വേദന അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ആ കല്യാണിക്ക് ഇപ്പോഴും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടില്ല. എന്നിട്ടോ താനോ ഇപ്പോഴും വിഷമത്തോട് കൂടിയിട്ട് ഇത്രയും കാലം കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിരുന്നെന്ന്. അതൊക്കെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേന് സരുവിന് ഒരു നിമിഷം സങ്കടമാണോ ദേഷ്യമാണോ എന്താ അത് ആലോചിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആ സമയം മനോഹറിന്റെ അടുത്ത് വന്ന് സനൽ പറഞ്ഞു, എടാ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. എടാ ഇനിയൊരു കുഴപ്പമൊന്നുമില്ല, അമ്മായിച്ചൻ പണമായിട്ട് വരും. അമ്മായിച്ചന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മായിച്ചന്റെ അവസ്ഥ ഏതായി പോയില്ലേ. മോള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെ പിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നുള്ള കാര്യം അറിയാം. പക്ഷെ അവിടെ ഒരു കാര്യം ഉണ്ടടാ, ഒരു പക്ഷേങ്കിൽ അയാൾ പണം തരാൻ കൂട്ടാക്കിയില്ലേ പോലും നീ ചിലപ്പോ പെട്ടുപോകും.
അയാളെക്കുറിച്ചുള്ള സത്യങ്ങൾ നീ തുറന്നു പറഞ്ഞാൽ പിന്നെ അയാൾ വെറുതെ ഇരിക്കുവോ? നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവളോട് പറയത്തില്ലേ? പറയുവാണെ പറയട്ടാ, ഞാനത് കണക്കാക്കുന്നില്ലെന്ന് പറയണം. അങ്ങനെ വന്നാലും അമ്മായിച്ചൻ എന്നെയാ പണി കിട്ടുന്നേ. അതെ, അവൾ ഇനിയിപ്പോ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മായിച്ചൻ നാട് വിടാൻ നോക്കുള്ളൂ. പക്ഷെ അയാൾക്ക് അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും പറ്റത്തില്ല. മോളോട് അയാൾക്ക് അത്ര സ്നേഹമുണ്ട്. അതുകൊണ്ട് അയാൾ അങ്ങനെ പെട്ടെന്നൊന്നും നാട് വിടത്തില്ലെന്ന് പറയാം. എന്നാലും നീ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാട്ടോ. ആ രാഹുൽ ആളുടെ ചതിയനാ. ഇത്രയും കാലം അയാൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ അയാൾ ചതിക്കത്തില്ലടാ. അയാൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മോൾക്കിട്ട് തന്നെയാ പണി കിട്ടുന്നതെന്നുള്ള കാര്യം അയാൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അയാൾ നോക്കിയും കണ്ടു എന്തും ചെയ്യത്തുള്ളൂ. പണം തരൂന്ന് പറഞ്ഞാൽ അയാൾ തരും. അതിന്റെ ഇപ്പൊ ഒരു മാറ്റം വരാൻ പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് രൂപേനെ കാണാനായിട്ട് കിരൺ വരുന്നുണ്ട്. കിരൺ വന്നിട്ട് എങ്ങനെയമ്മ പണം കൊടുത്തെന്ന് ചോദിക്കാം. പണം കൊടുത്തിട്ടുണ്ട് മോനെ, പണമായിട്ട് അയാൾ സന്തോഷിച്ചാ പോയേക്കണെന്ന് പറയാണ്. അപ്പൊ ഇനി അമ്മ ബാക്കിയൊന്നും ആലോചിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയാണ്. പിന്നീട് കിരൺ വിളിച്ചിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. അല്ല എന്താ മോനെ നിന്റെ മനസ്സിലുള്ള പ്ലാൻ എന്താ? 2 കോടി രൂപ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറയാ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് 1 രൂപ പോലും പുറത്ത് നഷ്ടപ്പെടുത്തില്ല എന്ന് പറയാണ്. അല്ല നിന്റെ പ്ലാൻ എന്താ? അതൊക്കെ അമ്മ നോക്കിക്കോ, അതൊക്കെ കൃത്യസമയത്ത് എല്ലാം നടന്നിരിക്കുമെന്ന് പറയണം. അങ്ങനെ ആ പണം കൊണ്ട് അയാൾ സൂഹിക്കാന്ന് അയാൾ വിചാരിക്കണ്ട. അത് മാത്രല്ല, ആ പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മനോഹരം മുങ്ങത്തില്ലേ? അവനിവിടെ വേണം. സരിയു സത്യങ്ങളൊക്കെ അറിയണ സമയത്ത് അവനിവിടെ വേണമെന്ന് പറയണം. അവന്റെ അവന് ഇനി ഒരു പെണ്ണിനെ പോയി കല്യാണം കഴിക്കില്ല. അവന്റെ ജീവിതം ഇതോടുകൂടി തീരണം എന്ന് പറയണം. അതിനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂപ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഒന്നും അറിയത്തില്ലാത്ത കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്ക് വിഷമം. മനോഹറിന്റെ സരിവിന്റെ കുഞ്ഞായിട്ട് അത് പിറന്നല്ലോ, അതിനെ വരെ കൊന്നുകളയാനായിട്ട് ആ നീചൻ തീരുമാനിച്ചേ. എന്നാലും എന്റെ ആങ്ങളെയായി പോയല്ലോ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ചോരയായി പോയതുകൊണ്ട് കൊന്നു കളയാനും പറ്റില്ല. അല്ല പണ്ട് ഞാൻ തീർത്ത് കളഞ്ഞാലും എന്റെ ജീവിതം മൊത്തം തകർത്ത് അയാൾ ഒറ്റയൊരുത്തനാ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് എന്നെ ഇട്ട് കുരങ്ങ് എളുപ്പിച്ചോണ്ടിരിക്കുക. അയാളുടെ വിചാരം എന്താ? അയാൾക്ക് മാത്രം ബുദ്ധിയുള്ളെന്ന്. പക്ഷെ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അയാൾ തകർന്നു പോന്ന് പറയാ. കിരൺ പറഞ്ഞു, അമ്മയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ അടങ്ങിയിരിക്കില്ല. അയാളുടെ വിചാരം ഇപ്പം നമ്മൾ തമ്മില് സ്നേഹത്തിലല്ല. അമ്മയ്ക്ക് ഇപ്പോഴും നമ്മൾ പിണക്കമാണ്. പക്ഷെ അഭിനയം മാത്രമാണ് ഓർത്തിരിക്കുന്നത്. അല്ലാന്നറിയുന്ന ഒരു നിമിഷം അയാൾ വെറുതെ ഇരിക്കും നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതൊക്കെ എനിക്ക് അറിയാം മോനെ, അതൊക്കെ കരുതലോട് കൂടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം. ആ സമയത്താണ് രാഹുലിന്റെ കാറിന്റെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് 2-3 ഗുണ്ടകൾ അതിനകത്ത് ചാടി ഇറങ്ങണം. രാഹുലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവന്മാര് ചാടി ഇറങ്ങി വന്ന് ഡോറ് തുറക്കാൻ പറയണം. അങ്ങനെ ഡോറ് ഗ്ലാസ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ രാഹുലിനെ അങ്ങോട്ട് പിടിച്ചിറക്കി കഴിഞ്ഞിട്ട് രാഹുലിന്റെ കർണം തീർത്ത ആളെ പൊട്ടിക്കുകയാണ്. രാഹുലിനെ എതിർത്ത് ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവന്മാർ എന്ത് ചെയ്യണം, കാറിനകത്തുള്ള പണം എടുത്തിട്ട് രക്ഷപ്പെടുവാണ്. ഒരു നിമിഷം രാഹുൽ ഞെട്ടിപ്പോയി. രാഹുൽ പ്രതീക്ഷിച്ച കാര്യമില്ല. എടാ എന്റെ പണം തന്നിട്ട് പോടാന്ന് പറഞ്ഞ് രാഹുൽ പുറകെ ഓടുവാണ്. അവന്മാർ ആ സമയം തന്നെ അവന്മാരുടെ വണ്ടിയൊക്കെ രക്ഷപ്പെടുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് രാഹുൽ അവിടെ തന്നെ കുത്തിയിരിക്കണം. 1-2 രൂപയല്ല, 2 കോടി രൂപയാ പോയിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് പറയും മനോഹറിനോട്? അവൻ പണത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്. വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. കുറെ സമയം ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നീട് നേരെ രൂപേനെ വിളിക്കുകയാണ്. രൂപേനെ വിളിച്ച് രൂപ വെച്ച്, എന്താ ഏട്ടാ പണമൊക്കെ കൈമാറിയെന്ന് ചോദിക്കണം. അത് പിന്നെ രൂപ ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം എന്താ? ആ പണം ആരോ തട്ടിക്കൊണ്ട് പോയെന്ന് പറയണേ. തട്ടിക്കൊണ്ട് പോയത്? ഏട്ടൻ എന്തൊക്കെയാ പറയണേ? 1-2 അല്ല, 2 കോടി രൂപയെന്ന് പറയണം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഏട്ടന് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇല്ലാഞ്ഞ പൈസേനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തന്നത്. ഏട്ടൻ എന്നിട്ട് തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രൂപ കടന്ന് ദേഷ്യപ്പെടുവാണ്. അതെനിക്ക് അറിയത്തില്ല രൂപ, ഞാൻ നോക്കട്ടെ. അതെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണ് നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയണം. വേണ്ട ഇപ്പൊ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പോകണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. ആരും മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്ത പോലെ തോന്നേ. അല്ലെങ്കിൽ എന്റെ വണ്ടിയെ പണം ഉണ്ടെന്നുള്ള കാര്യം വേറെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. എന്റെ കാറിൽ 2 കോടി രൂപയുണ്ടെന്ന് വേറെ ആർക്കും അറിയില്ലായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടൻ രൂപ ഉള്ളിൽ ചിരിക്കുവാണ്. എടാ നിനക്കിട്ടുള്ള പണി തന്ന ഞങ്ങൾ തന്നെ ആടാ. ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ച് ജീവിച്ചില്ലേ, ഇനി നിനക്കിട്ടുള്ള പണി ഞാൻ തരാന്നും പറഞ്ഞിട്ട് രൂപ കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് രാഹുൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നേരെ മനോഹർ നിൽക്കുന്നിടത്തേക്ക് വരുവാണ്. അപ്പൊ മനോഹർ ഓർത്ത് കരുതിയിരിക്കുന്ന ഇപ്പൊ പണം കിട്ടുന്ന എനിക്ക് 2 കോടി രൂപ കിട്ടും, അതുകൊണ്ട് പോകാന്നോർത്ത് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് രാഹുൽ വെറും കൈയോടെ വരുവാണ്. പെട്ടെന്ന് രാഹുലിനെ കണ്ടത് മനോഹർ ചോദിച്ചു, അല്ല എന്താ മയച്ച പണം എന്തിയേ? പെട്ടെന്നതാ, എത്രയും പെട്ടെന്ന് ഞാൻ ഒഴിവായി തന്നേക്കാന്ന് പറയാണ്. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, അത് പിന്നെ കാര്യം എന്താന്ന് പറ. വരുന്ന വഴിക്ക് പണം നഷ്ടപ്പെട്ടെന്ന് പറയാണ്. നഷ്ടപ്പെട്ടോ? അതെ, 2-3 ആൾക്കാർ വന്ന് എന്റെ കയ്യിൽ നിന്ന് 2-3 ഗുണ്ടകളാന്ന് തോന്നേ. അവന്മാര് മുഖം മൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറയാണ്. ഇത് കേട്ടത് മനോഹർ ചിരിച്ചിട്ട് പറഞ്ഞു, ഇതേ അമ്മായിച്ച എന്റെ അടുത്ത് ഈ നമ്പരൊന്നും പറ്റത്തില്ല കേട്ടോ. എടാ നമ്പരല്ല, ഉള്ള സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ. പണം വന്ന് അവന്മാര് കൊണ്ടുപോയെന്ന് പറയാ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അടുത്ത് ഊടായി പറക്കല്ലേ.
പണം തരാതിരിക്കാൻ വേണ്ടി അമ്മായിച്ചൻ തന്നെ കൊടുത്ത പ്ലാനല്ലേ ഇത്? എന്നിട്ട് എന്നെ അതൊക്കെ വിശ്വസിപ്പിക്കണം. എടാ, ഇത് നിന്നെ വിശ്വസിപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ എനിക്ക്? എന്റെ മോളെ രക്ഷിക്കേണ്ട കടമയും ബാധ്യത എനിക്കില്ലേ? ഇത് ഞാൻ വിശ്വസിക്കണം അല്ലെ? ഒരിക്കലും നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കില്ല. മര്യാദയ്ക്ക് പണം തരുവാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇനിയിപ്പൊ അധികം വൈകാതെ തന്നെ ഞാൻ ഞങ്ങൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അതും വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ എന്റെ പാട് നോക്കി പോകുന്നു പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രാഹുല് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.